എ ക്വയറ്റ് പ്ലേസ് ഡേ 1 ഡയറക്റ്റഡ് ബൈ മൈക്കൽ. എ ക്വയറ്റ് പ്ലേസ് എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസി തന്നെ 3ാമത്തെ സിനിമയാണ് ഈ ഒരു പടം. അത് പ്രീക്വലായിട്ട് സ്പിൻ ഓഫ് ആയിട്ടൊക്കെ എങ്ങനെയാണ് നമുക്ക് നിൽക്കാം. പക്ഷേ സിനിമ അത് ഇതിൻ്റെ മുന്നത്തെ ഈ ഒരു ഫ്രാഞ്ചൈസികൾ ഇതിൻ്റെ മുന്നത്തെ ഇറങ്ങിയിട്ടുള്ള ഈ മൂവീസ്, മുന്നത്തെ 2 മൂവീസ് ഉണ്ടല്ലോ, അത് കണ്ടിരുന്ന സമയത്ത് ഇമോഷണലി കണക്ട് ചെയ്യാൻ, പേഴ്സണലി ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിച്ച വീട്ടിൽ എണ്ണാവുന്ന ഹോളിവുഡ് മൂവീസിൽ ഒന്നാണ് ഇതിന് മുന്നിറങ്ങിയ മൂവീസ്. അതുകൊണ്ട് തന്നെ ഇത് കാണാൻ അത് ഒട്ടിയിൽ ഇറങ്ങിയിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇത് കാണുന്ന സമയത്ത് ഓബ്വിയസ്ലി കുറച്ച് എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിലും സിനിമ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിലപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ഹൈലി കൂടുതൽ പ്രതീക്ഷ വെച്ചിട്ട് കണ്ടതുകൊണ്ടാവും. തീരെ 0 എക്സ്പെക്ടേഷൻസ് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ അതേ ഒരു ക്വാളിറ്റി തന്നെ ഇതിൽ തേർഡ് പാർട്ടും വരും എന്നുള്ളതാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ഒരു നോർമൽ ഒരു സാധാ ഒരു സർവൈവൽ മൂവി ഓർ ബിലോ ദാറ്റ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. നോർമൽ സർവൈവൽ മൂവി മേക്കിംഗ് ഒക്കെ അടിപൊളിയാണെന്നുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് വളരെ വീക്കാണ്. മനസ്സിലായി. ഇതിന് എന്തിനോ വേണ്ടി എഴുതി പിടിപ്പിച്ച പോലത്തെ ഇമോഷണൽ സംഭവങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒന്നും തോന്നുന്നില്ല. അതേപോലെ തന്നെ ത്രില്ലടിപ്പിക്കുന്ന എലമെൻറ്റ്സ് ഒക്കെ ഭയങ്കര കുറവാണ് സിനിമയിലാകെ. ഒരു 1-2 ഭാഗങ്ങളിലെ കുറച്ചൊന്ന് ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൂ. അത് ബാക്കിയൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് എന്തോ കാണുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. ഇത് കുറേ പോസിറ്റീവ് റിവ്യൂസ് വന്നിട്ടുള്ളൊരു സിനിമ കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് അത് അത്ര വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് സിനിമ തോന്നിയില്ല. സിനിമയിൽ നല്ലതെന്ന് പറയാൻ ഇതിൻ്റെ പെർഫോമൻസ് ആണ്. ഇതിന് വന്നിട്ടുള്ള മെയിൻ ക്യാരക്ടേഴ്സ്, അതിലൊന്ന് ഒരു പെണ്ണാണ്, പിന്നെ ഒരു ചങ്ങായി ഉണ്ട്. ഞാൻ പേര് നോക്കിയിട്ടില്ല. അവർ രണ്ടാളും കിഡിനായിട്ട് കിട്ടിയ ക്യാരക്ടർ സെറ്റായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇമോഷൻസ് വരുന്ന സമയത്തൊക്കെ ഉള്ള അവരുടെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. അതേപോലെ തന്നെ ഇതിൽ ഒരു എന്താ പറയുക, ഇതിൻ്റെ നായിക ഉണ്ടല്ലോ, ഈ നായികയും പൂച്ചും തമ്മിലുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. ആ ഒരു ഇഷ്ടം സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് വളർത്ത് പൂച്ചനോടുള്ള ഇഷ്ടം സംഭവങ്ങളൊക്കെ അതൊക്കെ സെറ്റായിട്ടാണ് ഇതിൽ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലോ മൂവി ഇതിൻ്റെ സ്ക്രിപ്റ്റ് സിനിമനെ വളരെയധികം ബാധിപ്പിച്ചിട്ടുണ്ട്. കാരണം അത്ര വീക്കായിട്ടുള്ള റൈറ്റിംഗ് ആണ് ഈ സിനിമയ്ക്ക് വന്നിട്ടുള്ളത്. അത് ഇമോഷണലി കണക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല, ഒരു ത്രില്ലടിപ്പിക്കാൻ വേണ്ടി സിനിമയ്ക്ക് വേണ്ടി സാധിക്കുന്നില്ല. സംബന്ധിച്ച ഓരോ ജീവികൾ വരുമ്പോഴൊക്കെ നല്ല മേക്കിംഗ് ഉണ്ട്. പക്ഷേ ആ ഒരു ത്രില്ല് സിനിമയ്ക്ക് ഒരു ഭാഗത്തും തരാൻ പറ്റുന്നുണ്ടെന്നുള്ള എനിക്ക് തോന്നുന്നില്ല. പ്യൂർലി പ്രഡിക്റ്റബിൾ ആണ്. അത് ആകെ പ്രഡിക്റ്റബിൾ അല്ലാതെ പോകുന്നത് ഈ പൂച്ചയും ഈ പെണ്ണും തമ്മിലുള്ള ഇവരെന്ത് ലാസ്റ്റ് ആവും എന്നുള്ളതിലാണ് ഒരു കുറച്ചെങ്കിലും ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ട് പോയത്. ബാക്കിയൊക്കെ അതേപോലെ നമ്മൾ വിചാരിച്ചിട്ടുള്ള കണ്ടിട്ടുള്ള എല്ലാ സാധനങ്ങളും തന്നെ നോർമൽ സർവൈവൽ മൂവി. അവൻ നോർമൽ സർവൈവൽ മൂവി ആണെന്നുണ്ടെങ്കിൽ അവറേജ് ആയിട്ട് തോന്നണ്ടേ, അങ്ങനെയെങ്കിലും തോന്നേണ്ടതല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിനാണ് ഞാൻ പറയുന്നത്. ഇതിന് മുന്നത്തെ 2 മൂവീസ് കണ്ടിട്ട് ഈ സിനിമ ഞാൻ OTT റിലീസ് ചെയ്തിട്ട് കാണാൻ പോകുമ്പോൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു പ്രതീക്ഷ ആവും ചിലപ്പോൾ ഈ സിനിമ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടാതെ പോകാനുള്ള കാരണം. ഇപ്പോൾ അതല്ലാതെ നിങ്ങൾ 0 എക്സ്പെക്ടേഷൻസ് വെച്ചിട്ടാണ് ഈ മൂവി കാണാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലപ്പോൾ അപ്പോഴും ഇഷ്ടപ്പെടില്ല. അത് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ സിനിമയിൽ മുട്ടിഞ്ഞ ലാഗ് ഉണ്ട്. ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സർവൈവൽ മൂവിക്ക് ഞാൻ വിചാരിക്കുന്നത് ഒരു പരിധിക്കപ്പുറം ലാഗ് വരാൻ പാടില്ല എന്നാണ്. ഇത് നല്ല ലാഗ് പല ഭാഗത്തും തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇതിൽ 1-2 ത്രില്ലിംഗ് സീൻസ് വന്നിട്ടുണ്ടെന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് സിനിമ എന്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പൂച്ചു ഈ പെണ്ണും തമ്മിലുള്ള ഈ സംഭവം കൂടി ഇത് ഈ 1-2 സാധനങ്ങൾ മാറ്റി നിർത്തിയാൽ ബാക്കി എന്തിട്ട് ഈ സിനിമയിൽ ഏകദേശം 2 മണിക്കൂർ 1.25 മണിക്കൂറായിട്ട് സിനിമ ഉണ്ട്. അപ്പോൾ ബാക്കി എന്ത് ഈ സിനിമയിലെന്ന് ചോദിച്ചാൽ ഒന്നും ഇല്ല ഞാൻ പറയേണ്ടി വരും. വേറെ ഒന്നും ഇല്ല. ജീവികളും ഇങ്ങനെ തിരക്കും വിലങ്ങും ഇങ്ങനെ പോകുന്നുണ്ട്. ഇവർ കുറേ ജനങ്ങൾ രക്ഷപ്പെടാൻ നോക്കുന്നത്. അതൊന്നും തീരെ ത്രില്ലിംഗ് അല്ല. മനസ്സിലായില്ലേ? ഞാൻ പറയാം 1-2 ഭാഗങ്ങളായിട്ട് ത്രില്ലായി തോന്നി. അപ്പാർട്ട് ഫ്രം ദാറ്റ് മൂവി ഈസ് നോട്ട് ഗുഡ്. അത് ഈ ഫ്രാഞ്ചൈസിലെ ഈ 3 മൂവിൻ്റെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള മൂവിയാണ് ഈ ഒരു സിനിമ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ പ്രതീക്ഷ വെച്ചിരുന്നു ഇതിൻ്റെ മുന്നത്തെ 2 മൂവീസിൻ്റെ ഒരു ക്വാളിറ്റി ഇതിൽ തേർഡ് പാർട്ടിലും ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഞാൻ കാണാൻ വേണ്ടി ഒരു പൊട്ടുണ്ടാവും. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അല്ലാതെ നിങ്ങൾ സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഇനി എനിക്ക് സിനിമ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ടോക്സ് സൈനിങ് ഔട്ട്.